ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഒരു ദിവസം മുഴുവൻ നമ്മിൽ നിന്ന് കടന്നുപോയി. ചിലർക്കിത് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കാം, എന്നാൽ ചിലർക്കിത് വേദനയുടെ ദിവസമായിരിക്കാം. ചിലർ പ്രതീക്ഷയോടെ കാത്തിരുന്നു, ചിലർ നിരാശയുടെ കണ്ണീരോടെ ഈ സന്ധ്യയിൽ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഇത്തരം ഓരോ ഹൃദയത്തോടും ദൈവം ഇന്ന് സംസാരിക്കുന്നു. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം. ഇത് ഒരു സാധാരണ ആശ്വാസവാക്കല്ല, ഇത് ദൈവത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ബദ്ധന്മാർ എന്ന വാക്കു കേൾക്കുമ്പോൾ നാം ഒരുപക്ഷേ ജയിലിനെ കുറിച്ചായിരിക്കും നമ്മുടെ ആദ്യ മനസ്സിൻ്റെ ചിത്രങ്ങൾ കടന്നു പോകുന്നത്, നാം കണ്ടുമറഞ്ഞ കാഴ്ചകൾ. എന്നാൽ പലപ്പോഴും നമ്മുടെ ആത്മാവാണ് തടവറയിലാകുന്നത്. പാപത്തിൻ്റെ ബന്ധനങ്ങൾ, നിരാശയുടെ ചങ്ങലകൾ, ഭയത്തിൻ്റെ തടവ്, ക്ഷമിക്കാനാവാത്ത മനസ്സ്, പരാജയങ്ങളുടെ ഓർമ്മകൾ, തകർന്ന ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ അദൃശ്യമായ തടവറകൾ പണിയുന്നു. പക്ഷേ ദൈവം നമ്മെ നിരാശയുടെ ബദ്ധന്മാർ എന്ന് വിളിക്കുന്നില്ല, മറിച്ച് അവിടുന്ന് നമ്മെ വിളിക്കുന്നത് പ്രത്യാശയുള്ള ബദ്ധന്മാർ എന്നാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇപ്പോഴും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. നമ്മുടെ കഥയ്ക്ക് ദൈവം ഇനിയും ഒരു പുതിയ അധ്യായം എഴുതുവാനുണ്ട്. ദൈവം പറയുന്നു, കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ആ കോട്ട ആരാണ്? നമ്മുടെ കോട്ട യേശു ക്രിസ്തുവാണ്. ആമീൻ, ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യമാണ് നമ്മുടെ അഭയം. ലോകം നമ്മെ ഉപേക്ഷിച്ചാലും, മനുഷ്യർ നമ്മെ മറന്നാലും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നത് പോലെ തോന്നിയാലും ദൈവത്തിൻ്റെ കോട്ട ഒരിക്കലും തകരുകയില്ല. അവിടുത്തെ കരുണ ഒരിക്കലും അവസാനിക്കുകയില്ല. ഇന്ന് എത്ര പേർ സ്വന്തം ശക്തിയാൽ ജീവിക്കുവാൻ ശ്രമിക്കുന്നു, എല്ലാം സ്വയം നിയന്ത്രിക്കാമെന്ന് കരുതുന്നു. പക്ഷേ ക്ഷീണം വരുമ്പോൾ മനസ്സിലാകുന്നു, മനുഷ്യന്റെ ശക്തിക്ക് പരിധിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിക്കോ അതിരുകളില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എന്നിലേക്ക് മടങ്ങി വരിക. ഈ മടങ്ങി വരിക എന്ന വാക്ക് ഒരു അനുതാപത്തിൻ്റെ ഭാഷയാണ്. തെറ്റിപ്പോയ മകനെ പോലെ മടങ്ങി വരിക, നഷ്ടപ്പെട്ട ആടിനെ പോലെ ഇടയൻ്റെ അടുക്കലേക്ക് വരിക. കണ്ണീരോടെ വന്നാലും മതി, ഒഴിഞ്ഞ കൈകളോടെ വന്നാലും മതി, പാപഭാരത്തോടെയാണെങ്കിലും മതി. ദൈവം വാതിലടയ്ക്കുന്നില്ല, അവിടുന്ന് കൈകൾ വിരിച്ചു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ വാഗ്ദാനം അടുത്ത വാക്യത്തിലാണ്, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് പകരം അനുഗ്രഹം, ഒഴുകിയ കണ്ണുനീരിന് പകരം സന്തോഷം, അപമാനത്തിന് പകരം മഹത്വം, തകർന്ന ഹൃദയത്തിനു പകരം സമാധാനം, ശൂന്യതയ്ക്ക് പകരം നിറവ്. ദൈവം കവർന്നെടുക്കുന്ന ഒരു ദൈവമല്ല, അവൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. എന്നാൽ ഈ വാഗ്ദാനത്തിന് ഒരു വഴിയുണ്ട്, അത് അനുതാപമാണ്. അനുതാപമില്ലാതെ അനുഗ്രഹം തേടരുത്. ദൈവത്തോട് ചോദിച്ചാൽ മാത്രമേ ആത്മാവിന് വിശ്രമം ലഭിക്കൂ. ഈ സന്ധ്യയിൽ നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാം, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥന തണുത്തുപോയോ? എൻ്റെ സ്നേഹം കുറഞ്ഞുപോയോ? എൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് മടങ്ങി വരുവാനുള്ള ഒരു ദിവസമാണ്, നാളെയല്ല, ഇന്ന്. കാരണം ദൈവം പറയുന്നു,
ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഇന്നും പ്രവർത്തിക്കുന്നു. അവിടുത്തെ കരുണ ഇന്നും ഒഴുകുന്നു. അവിടുത്തെ വാതിൽ ഇന്നും തുറന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സന്ധ്യയിൽ ദൈവം നമ്മോട് പറയുന്നത് ശിക്ഷയുടെ ഒരു സന്ദേശമല്ല, അത് പ്രത്യാശയുടെ സന്ദേശമാണ്. നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. നിന്റെ കുടുംബത്തിനു വേണ്ടി ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. നിന്റെ കണ്ണുനീരിന് ദൈവം വിലയറിയുന്നു. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നിന്റെ മുറിവുകൾ അവിടുന്ന് കാണുന്നുണ്ട്. അതിനാൽ വിശ്വാസത്തോടെ കോട്ടയിലേക്ക് മടങ്ങി വരിക. യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് മടങ്ങി വരിക. അവിടെയാണ് യഥാർത്ഥ സമാധാനം, അവിടെയാണ് യഥാർത്ഥ സുരക്ഷ, അവിടെയാണ് യഥാർത്ഥ സന്തോഷം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. ചിന്തകളാലും വാക്കുകളാലും പ്രവൃത്തികളാലും അങ്ങയെ ഞങ്ങൾ ദുഃഖിപ്പിച്ചു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ തകർന്ന ഹൃദയത്തെ അങ്ങ് സുഖപ്പെടുത്തണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. കരയുന്നവർക്ക് ആശ്വാസം നൽകണമേ. രോഗികൾക്ക് സൗഖ്യവും കുടുംബങ്ങളിൽ സമാധാനവും നിറയ്ക്കണമേ. അകന്നുപോയ മക്കളെ തമ്പുരാനെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വീടുകളും കുടുംബങ്ങളും ജോലികളും ശുശ്രൂഷകളും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഖറിയ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിലും നിറവേറട്ടെ. ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരുമ്പോൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇരട്ടിയായ അനുഗ്രഹവും സമാധാനവും ആത്മീയ നവീകരണവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥവും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും സർവ്വവിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും പ്രാർത്ഥനകളും കോട്ടയും ഞങ്ങൾക്കായി ഉണ്ടാകുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.